ടിക്ടോക്കിലൂടെയുണ്ടായ തർക്കത്തിനൊടുവിൽ ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ഇസ്മായിൽ പൊന്നാണ് മരിച്ചത്. കൊല്ലം സ്വദേശിയായ പ്രതിയടക്കം 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്ടോക്കിലെ തർക്കം പിന്നീട് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മൂർച്ഛിച്ചതാണ് കൊലപാതകത്തിൽ കാര്യങ്ങൾ എത്തിച്ചു. പപ്പു പറഞ്ഞ ടാസ്ക് വിളിച്ചു വാ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ഇസ്മായിൽ പൊന്നനും കൊല്ലം സ്വദേശിയും തമ്മിൽ ടിക്ടോക്കിൽ വാക്കേറ്റമുണ്ടായത്. അസഭ്യവർഷത്തോടെയുള്ള വെല്ലുവിളികൾ കേൾക്കാൻ മറ്റു ചിലരും ഈ ചാറ്റിലുണ്ടായിരുന്നു. പിന്നാലെ ഇസ്മായിൽ പൊന്നനും പ്രതിയും തമ്മിൽ ഷാർജ അൽ നഹ്ദയിൽ വെച്ച് കണ്ടു. ഇവിടെ വെച്ച് വീണ്ടും വാക്കേറ്റമുണ്ടായെന്നും ഇസ്മായിൽ പൊന്നനെ പ്രതി കൊലപ്പെടുത്തിയെന്നുമാണ് വിവരം. ഇസ്മായിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം ഷാർജ ബുഹൈറ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷാർജയിലെ അൽ കാസിമിയ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഇസ്മായിലിന്റെ സഹോദരൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇസ്മായിലും കുറെ വർഷങ്ങളായി ദുബായിലാണ് തൊഴിൽ ചെയ്യുന്നത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. എന്റെ മുന്നിൽ ഇടിക്കാനുള്ള ഗട്സ് ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് കൂട്ടത്തോടെ ഇടിക്കും. നീ അതിനുള്ള വിവരം ഞാൻ അറിയിക്കാം. ടിക്ടോക്കിലൂടെയുള്ള വെല്ലുവിളികളും അസഭ്യവർഷവും ദിനം പ്രതി വർദ്ധിക്കുന്നതായി മലയാളികൾ പറയുന്നുണ്ട്. വെല്ലുവിളിയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ച കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശിയടക്കം 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.